ഹലോ, ഇന്ന് കുടംപുളി ഉണക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുടംപുളി ഉണക്കുന്നത് ഞാൻ മടൽ അല്ലെങ്കിൽ ചകിരി വെച്ചിട്ട് തന്നെയാണ് ഉണക്കാറ്. പുകയാണ് അതിന് വേണ്ടത്. ഇപ്പോൾ മിക്കവാറും മഴയത്താണ്, എപ്പോഴും ജൂലൈ മാസത്തിലാണ് ഇത്, ജൂൺ ജൂലൈയിലാണ് പഴുത്ത് വീഴുക. അപ്പോൾ മിക്കവാറും മഴയായിരിക്കുമല്ലോ. ഇക്കൊല്ലം മഴയില്ല എന്നതുകൊണ്ട്, എന്നാലും വെയിലത്തിട്ടാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മടലിട്ടിട്ട്, പിന്നെ സാധാരണ അടുപ്പാണ് ഇവിടെ, അതായത് പുകയില്ലാത്ത അടുപ്പല്ല. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ചോറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പുകയും കൊള്ളും. അല്ലാതെ വെറുതെ ഉള്ളപ്പോൾ 2 അടുപ്പുണ്ടാവും, 3 അടുപ്പുണ്ടാവുമല്ലോ, 2 എണ്ണത്തിൽ സാധാരണ ഞാൻ മടലിട്ട് പുകയും വയ്ക്കും. ഇതെന്താണെന്നറിയാം, ഇത് ഉണങ്ങിയ ചപ്പുകളൊക്കെ കരിയില എന്ന് പറയും, അത് ചാക്കിൽ കെട്ടി അമർത്തി വെച്ചതാണ് വളമാകാൻ വേണ്ടി. അങ്ങനെ പെറുക്കിയ പുളികളൊക്കെ നന്നായി 2-3 മണ്ണിൽ വീഴുന്നതുകൊണ്ട് ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മുറിക്കുന്നതിന് മുൻപ് നന്നായി 2-3 വെള്ളത്തിൽ കഴുകി പിന്നെയാണ് മുറിച്ചിടുക. അത് പകുതിയായിട്ട് മുറിച്ചിടും. നല്ല വലിപ്പം ഉണ്ടാവും ചിലത്. അങ്ങനെയുള്ളത് ചിലപ്പോൾ 3 കഷ്ണമെങ്കിലും ആക്കും, അല്ലാതെ ഇത് പെട്ടെന്ന് ഉണങ്ങില്ല. ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കിച്ച ഒരു സ്റ്റാൻഡാണ് പറഞ്ഞിട്ട്, അതൊരു അടുപ്പിൻ്റെ മുകളിൽ വെച്ചാൽ ഒരു 2 അടിയെങ്കിലും മുകളിൽ വരത്തക്ക വേണം. പിന്നെ ഈ 2 തട്ടും തമ്മിലുള്ള വിടവും കുറച്ച് നല്ല ഇതേപോലെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരെ ആ പുളി അങ്ങ് നിരത്തി വയ്ക്കാൻ പറ്റില്ല. ഇതിനി ഒരു ഭാഗം ഉണങ്ങിയാൽ പിറ്റേന്നുള്ളത് ഒരു ഭാഗത്തേക്ക് മാറ്റി ആ ഭാഗത്തേക്ക് പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇട്ടും അങ്ങനെ മാറി മാറി ഇടുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടോ, സാധാരണ അടുപ്പായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, പുക ഇതിന് നന്നായിട്ട് കിട്ടിക്കോളും. അടുപ്പ് ചോറൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ കുടുക്ക ഉണ്ടല്ലോ, അപ്പോൾ അതിന് തീ തട്ടില്ല, പുക മാത്രമേ വരൂ. ഇതിന് തീ തട്ടാൻ പാടില്ല. ഇതിപ്പോൾ തുടക്കത്തിൽ വെറുതെ പേപ്പർ കത്തിയ തീ ആയതുകൊണ്ട് അതിന് ചൂടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. അതായത് മടൽ ഒരുപാട് ഒരുമിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് നന്നായി തീ പിടിക്കും. അപ്പോൾ തീ പിടിച്ച് കത്തിയാൽ എന്താണെന്ന് വെച്ചാൽ ഇത് പുളി ഉരുകി ഒരു അലിഞ്ഞ പോലെയായിപ്പോവും. അതുകൊണ്ടാണ് അതിന് തീ തട്ടരുതെന്ന് പറയുന്നത്. എപ്പോഴും പുക മാത്രം, അതായത് നന്നായി തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് മടലിട്ട് കൊടുത്താൽ അത് നന്നായിട്ട് പുകയും. പ്രത്യേകിച്ച് നമ്മൾ അധികം ഉണങ്ങാത്ത മടൽ, അതായത് ഉരിച്ചപാടുള്ള മടലൊക്കെ ആണെങ്കിൽ അധികം തീ പിടിക്കില്ലല്ലോ, അതൊക്കെ നന്നായിട്ട് പുകഞ്ഞ് വരും. അപ്പോൾ ഇത് ഞാൻ അടുക്കളയിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളങ്ങ് പോയി കഴിഞ്ഞ് തീരാറാകുമ്പോൾ വന്ന് വീണ്ടും ഇട്ട് കൊടുത്ത് ഇങ്ങനെ പുകയടിച്ച് നല്ല സുഖമായിട്ട് അത് ഉണങ്ങിക്കോളും. നമുക്കൊരു പ്രത്യേകിച്ചൊരു പണിയും അതിൻ്റെ മുകളിൽ എടുക്കേണ്ട. ഈ മടൽ പെറുക്കി കൊടുക്കണം, അതുപോലെ ഇപ്പോൾ പുളിയും നമ്മൾ പെറുക്കിയെടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്, അത്ര ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ചോറൊക്കെ വെക്കുന്ന സമയത്തും ഇത് സുഖമായിട്ട് അങ്ങ് ഉണങ്ങിക്കോളും. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കുടുക്കയൊക്കെ വെച്ച് നമുക്ക് പാചകം ചെയ്യാനുള്ള ഒരു ഹൈറ്റിലായിരിക്കണം അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു പ്രാവശ്യത്തെ, അതായത് ഇപ്രാവശ്യം മുഴുവനുമല്ല, ഒരു പ്രാവശ്യം ഇട്ട് ഉണക്കിയ പുളി ആണ് കാണിക്കുന്നത്. പുകയത്ത് ഉണക്കുന്നത് കൊണ്ടാണ് ഇത് നന്നായിട്ട് കറുത്ത് വരുന്നത്. മഴക്കാലമാണല്ലോ ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ ഇത് കളയാതെ സൂക്ഷിച്ച് ഇങ്ങനെ ഉണക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഉണക്കുക. ഇപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പിൽ ഇങ്ങനെ സാധിക്കില്ല. പിന്നെ ഇത് ഞാൻ ഉപ്പ്, വെളിച്ചെണ്ണ ഒന്നും ഞാൻ തിരുമ്മി വയ്ക്കാറില്ല, അല്ലാതെ തന്നെ 2-3 വർഷം ഒരു കേടുപാടും കൂടാതെ നിൽക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.